നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഡെവലപ്പ് ചെയ്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം നിഫ്റ്റി 26,200 എന്ന പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ 26,000 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 26,250 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 26,500 വരെയുള്ള മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 0.67%, S&P 0.69%, നാസ്ഡാക്ക് 0.82% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റിലുടനീളം പോസിറ്റീവ് മൊമെൻറ്റം പ്രകടമാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 1.42% ഉയർന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കൊറിയൻ ഇൻഡെക്സ് 1%, ഹോങ്കോങ് ഇൻഡെക്സ് ഏറെക്കുറെ പോസിറ്റീവ് ഫ്ലാറ്റ് സൈഡിലും ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില $58 പെർ ബാരൽ, ബ്രന്റ് ക്രൂഡിൻ്റെ വില $62 പെർ ബാരലിലും WTI ക്രൂഡിൻ്റെ വില $58 പെർ ബാരൽ എന്ന ലെവലിനും അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. US ഡോളർ ഇൻഡെക്സ് 99-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതിൻ്റെ ഇലക്ട്രിക് SUV സീരീസ് ആയ BEയുടെ സ്പോർട്സ് എഡിഷൻ അല്ലെങ്കിൽ ഫോർമുല E എഡിഷൻ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് പേടിഎം. 197 കമ്മ്യൂണിക്കേഷൻ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ പേടിഎമ്മിന് സർട്ടിഫിക്കറ്റ് ഓഫ് അതറൈസേഷൻ ടു പേടിഎം പേയ്മെൻറ്റ് സർവീസ് എന്ന അപ്രൂവൽ RBIയുടെ സൈഡിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. RBIയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഓഫ് അതറൈസേഷൻ നവംബർ 26 എഫക്റ്റീവ് ഡേറ്റ് മുതലായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പേടിഎം എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. മൂന്നാമത്തേത് റിലയൻസ് ഇൻഡസ്ട്രിയാണ്. US ബേസ്ഡ് ഡിജിറ്റൽ റിയാലിറ്റി കമ്പനിയായ ബ്രൂക്ക്ഫീൽഡ് എന്ന കമ്പനിയും റിലയൻസ് ഇൻഡസ്ട്രീസും ചേർന്ന് ആന്ധ്രാപ്രദേശിൽ 1 ഗിഗാവാട്ട് ശേഷിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനേബിൾഡ് ഡാറ്റാ സെൻറ്റർ ക്യാമ്പസ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ഡിജിറ്റൽ കണക്ഷൻ എന്ന കമ്പനി ഒരു സബ്സിഡറി കമ്പനി രൂപീകരിക്കുകയും ചെയ്തു. ഈ ഫാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഏഷ്യൻ പെയിൻ്റ് ആണ്. ഏഷ്യൻ പെയിൻ്റ് UAEയിൽ അവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി 340 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കും. ഏകദേശം 55,800 കിലോ ലിറ്റർ പെർ ആനം എന്ന റേറ്റിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. മറ്റൊരു സ്റ്റോക്ക് KC ഇൻ്റർനാഷണൽ ആണ്. KC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ നിന്നും ബിഗ്ഗസ്റ്റ് ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ചിലപ്പോൾ എന്നും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസവും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി എന്ന കമ്പനി DRDOയുമായി ചേർന്ന് ഡ്രൈവർ നൈറ്റ് സൈറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഡീലിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. T90 ടാങ്കുകൾക്ക് വേണ്ടിയുള്ള ഡ്രൈവർ നൈറ്റ് സൈറ്റ് ടെക്നോളജിയാണ് DRDO പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി എന്ന കമ്പനിക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാരസ് ഡിഫൻസ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ജമ്മു കാശ്മീർ ബാങ്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസിംഗ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. 750 കോടി രൂപയുടെ ഫണ്ട് റേസും 500 കോടി രൂപയുടെ ടയർ 2 ബോണ്ട് വഴിയുള്ള അഡീഷണൽ ഫണ്ട് റേസുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ സാലാസർ ടെക്നോ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. സാലാസർ ടെക്നോ എന്ന കമ്പനിക്ക് 695 കോടി രൂപയുടെ ഒരു ഓർഡർ RVNL റെയിൽ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സാലാസർ ടെക്നോ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.